1 മാസം മുമ്പ് സംഭവിച്ചൊരു വിഷയമായിരുന്നു. പക്ഷെ എന്നോട് ആള് ഇന്നാണ് പറഞ്ഞത്. വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ എൻ്റെ സുഹൃത്തും കൂടിയാണ്. ആളുടെ വണ്ടി പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് 1 മാസം മുമ്പ് അബ്ബാസിയയിൽ ജലീവൽ ഷോയ്ക്കിലുള്ള ഒരു ബംഗ്ലാദേശുകാരൻ്റെ വർക്ക്ഷോപ്പിൽ പണിക്ക് വെച്ചു. വെച്ച സമയത്ത് പറഞ്ഞു 3 ദിവസം കഴിഞ്ഞിട്ട് വന്നെങ്കിൽ വണ്ടി തരാമെന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞിട്ട് ആൾ പോയി നോക്കുമ്പോൾ ആളുടെ വണ്ടി അവിടെ ഇല്ല. വർക്ക്ഷോപ്പുകാരനോട് ചോദിക്കുമ്പോൾ വർക്ക്ഷോപ്പുകാരന് കൈമലത്തി, നിങ്ങൾ ആ വണ്ടി വെച്ചെന്ന് തന്നെ അത് വിലതി എടുത്ത് കൊണ്ടുപോയി. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ വിളിച്ചു പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ ആളൊന്നും മിണ്ടുന്നില്ല. പിന്നെ അതിന്റെ പിന്നാലെ നടന്ന് അതിന്റെ ഫൈനും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആൾ വണ്ടി ഇറക്കി വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പെയിന്റ് ഒക്കെ അടുപ്പിച്ച് വണ്ടി പണിയെടുപ്പിച്ചിട്ട് ഇറക്കി അതിന്റെ പാസിങ് കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോൾ ഇവിടെ സുഹൃത്തുക്കളെ, നമ്മൾ വണ്ടി പെയിന്റിനും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ വെക്കുന്ന വർക്ക്ഷോപ്പ് ലൈസൻസ് ആണോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ പഴയതുപോലെയല്ല, വെറുതെയൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്, കർശനമാണ്. പണ്ടൊന്നും ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ചില സമയത്ത് സംഭവിക്കുന്നതാണ്. ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, അപ്പൊ ഈ പെയിന്റും കാര്യങ്ങളൊക്കെ അടിക്കാനുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പ് എവിടെ ഉള്ളതെന്ന്. അപ്പൊ കുവൈറ്റിൽ ഇങ്ങനെ ഡെന്റൽ വർക്ക് അതുപോലത്തെ ഈ പെയിന്റിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ലൈസൻസ് കൊടുക്കുന്നത് സെനകളിൽ മാത്രമാണ്. അത് നമ്മുടെ ഫാഹയിലുണ്ട്, അഹമ്മദിയിലുണ്ട്, അതുപോലെ തന്നെ ഷർക്ക്, ഷോയ്ക്ക്, ജഹറ സെന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇതിനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ നമുക്ക് നല്ലത്. ഇല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് നടന്നതുപോലെ എൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം.